പ്രൈസ് ദ ലോർഡ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാകുന്നു? ദൈവം. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ നിർവഹിച്ചു? ആരാണ് ഈ ദൈവത്തെ സൃഷ്ടിച്ചത്? അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നമ്മുടെ ഒരു കവി ഇപ്രകാരം പാടി: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ മതങ്ങളെയും മതങ്ങൾ ദൈവങ്ങളെയും സൃഷ്ടിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവവും ഈ ദൈവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഓർക്കണം. പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട യാതൊരു ആവശ്യവും ദൈവത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ സകലതും സൃഷ്ടിക്കുവാൻ അവൻ തീരുമാനിച്ചു. എന്തുകൊണ്ട്? ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രകടനമായി ദൈവം ഭൂമിയെയും അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഇയ്യോബ് 38:4 ഇയ്യോബിനോട് ദൈവം ചോദിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. മറ്റൊരു വിധത്തിൽ ദൈവം മനുഷ്യനോട് പറയുകയാണ്: മനുഷ്യ, നീ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. നീ എവിടെയായിരുന്നു എന്ന് പോലും നിനക്കറിയില്ല. നിന്റെ കാര്യം പോലും നിനക്കറിയില്ല. ദൈവം തന്റെ ഹിതപ്രകാരം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അവൻ ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചു. ഭൂമി സ്വർഗം പോലെ മനോഹരമായിരുന്നു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അവൻ അതിനെ നിർമ്മിച്ചത് എന്ന് യെശയ്യാവ് 45:18 പറയുന്നു. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം സ്വർഗീയവാസികളായ ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് ഇയ്യോബ് 38:6 കാണുന്നു. ഓരോ പ്രധാന ദൂതന്മാർക്കും അവർക്ക് കീഴിൽ ദൂതസംഘങ്ങളുണ്ട്. എന്നാൽ ലൂസിഫർ അവന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയും ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് ദൈവത്തോട് സമനാകുവാനും അവൻ ആഗ്രഹിച്ചു. അവന്റെ ഹൃദയ നിരൂപണം അറിഞ്ഞ ദൈവം അവനെ ഏദനിൽ നിന്നും പുറത്താക്കി. അവൻ ഭൂമിയിൽ പാർത്ത് അവന്റെ സംഘവുമായി ദൈവത്തോട് പൊരുതുവാൻ പദ്ധതിയിട്ടു. എന്നാൽ അവൻ ഭൂമിയിൽ പാർക്കാതിരിക്കേണ്ടതിന് ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. ഇങ്ങനെ ഭൂമി ലൂസിഫർ കാരണം പാഴും ശൂന്യവുമായി തീർന്നു. ഈ അവസ്ഥയിൽ ഭൂമി യുഗങ്ങളോളം പാഴും ശൂന്യമായി കിടന്നു. ഭൂമി 1 ബില്യൺ വർഷം ശൂന്യമായി കിടന്നിരുന്നു എന്ന് നാസ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. യുഗങ്ങൾക്ക് ശേഷം ഈ ഭൂമിയെ ദൈവം മടക്കി വരുത്തി. ഉൽപ്പത്തി 1:3 മുതൽ 25 വരെ പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയുടെ പുനർസൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ദൈവം 6 ദിവസം കൊണ്ട് ആദ്യ ഭൂമിയെ മടക്കി വരുത്തി. ലൂസിഫർ കാരണം പാഴും ശൂന്യവുമായി വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നിരുന്ന ഭൂമിയെ യുഗങ്ങൾക്ക് ശേഷം ദൈവം തന്റെ വചനത്താൽ മടക്കി വരുത്തി. 6 ദിവസം കൊണ്ട് ഉണ്ടാകട്ടെ എന്ന വചനം അയച്ച് ദൈവം ഭൂമിയെ തിരികെ വിളിച്ചു വരുത്തി. ഈ പുനഃസൃഷ്ടി നടന്നിട്ട് ഏകദേശം 6000 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ത്യൻ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം തുടങ്ങിയിട്ട് ഏകദേശം 4500 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പുള്ള ഫോസിലുകൾ ഗവേഷകർ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ദൈവം ലോകം, ആകാശം, സമുദ്രങ്ങൾ, ഭൂമി, സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയെ സൃഷ്ടിച്ചു. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു. സൃഷ്ടിപ്പിനെ സംബന്ധിക്കുന്ന ഇന്നത്തെ വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും കണ്ട് മോശ ചിരിക്കുന്നുണ്ടാകുമെന്നത്രേ ഞാൻ കരുതുന്നത്. കാരണം ശാസ്ത്രീയമായ ഒരു രേഖ നൽകുക എന്ന ലക്ഷ്യത്തോടെ അല്ലല്ലോ മോശ ഇത് എഴുതിയത്. 2 തീമോഥെയോസ് 3:16-17 പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ആമേൻ.